നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നീതി നിമിത്തം ഉപദ്രവം അനുഭവിച്ചിട്ടുണ്ടോ? സ്വന്തം വീട്ടില് ഇപ്പം എൻ്റെ അമ്മയുടെ നന്മ ആഗ്രഹിച്ച്, അവരുടെ ഉന്നമനം ആഗ്രഹിച്ച് ജീവിക്കുന്ന മകനെ, മകളെ ഏറ്റവും അവഗണിക്കപ്പെട്ടവരായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുകയും അവന്റെ ഉയർച്ച ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ഉദ്യോഗസ്ഥനെയാണ് മറ്റുള്ളവർ നുണ പറഞ്ഞു കൊടുത്ത് അയാളെ ശത്രുവാക്കുന്ന കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയത്തിലും സകല മേഖലകളിലും ഇതുപോലെ ഉപദ്രവിക്കപ്പെട്ടവരുണ്ട്. നമ്മൾ പത്രങ്ങളിൽ കാണുന്നു. ചിലരൊക്കെ അങ്ങനെ അങ്ങ് തകർന്നു പോകും. കർത്താവിലേക്ക് വന്നാൽ അത് തൃപ്തിയാക്കി മാറ്റും, നന്മയ്ക്കാക്കി മാറ്റും, നിന്റെ ലെവല് മാറ്റും. നിന്നെ ഉപമിക്കുന്നത് പ്രവാചകന്മാരോടാണ്. പ്രവാചകന്മാർക്ക് ഈ കഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന്. നീ ഒരു പ്രവാചകനാകും. നിൽക്കേണ്ട സ്ഥലത്ത് നിന്നാൽ, വിളിക്കേണ്ടവനെ വിളിച്ചാൽ, യേശുവിലേക്ക് വന്നാൽ നിന്റെ കഷ്ടത നന്മയ്ക്കാക്കി മാറ്റും, നിന്നെ മാനിക്കും.